ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കൂദാശകളുടെ കൂദാശ, 7 പില്ലേഴ്സ് എന്ന് തിരുസഭ വിളിക്കുന്ന, അതായത് 7 തൂണുകൾ, ഏതാണ് 7 കൂദാശകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കൂദാശകളുടെ കേന്ദ്ര ബിന്ദുവായ, കേന്ദ്രഭാഗമായ, അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലരുടെയും ഉള്ളിൽ വരുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗത്ത് ഇതെല്ലാം വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഡെഫിനിഷനിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത്, അരികിൽ ദാഹജലം കിട്ടാതെ കിടന്ന് പൊരിഞ്ഞു മരിക്കുന്നവനെ പോലെയാണെന്നാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെയും കുർബാനയിൽ പങ്കെടുക്കാതെയും ഇരിക്കുന്നത് അത്രയ്ക്ക് കഷ്ടമാണെന്നാണ്. എൻ്റെ ഒരു സുഹൃത്ത് ബ്രദർ തങ്കച്ചൻ തുണ്ടികൻ, ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ. എന്നാലും അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. അതിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗത്ത് അദ്ദേഹം ആ പുസ്തകം ഇപ്പോൾ വിവിധ ഭാഷകളിൽ തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ പുസ്തകം ചെയ്ത ആ പാവപ്പെട്ട മനുഷ്യന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ദൈവത്തിൻ്റെ വലിയ ഒരു അംഗീകാരവും ഇടപെടലുമാണ്. ആ മനുഷ്യൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതിയ പുസ്തകം ഇപ്പോൾ 5 6 ഇനി അതിലധികമോ ഭാഷകളിലേക്ക് വരെ തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 6:54 ഇത് പറയുമ്പോൾ, സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് 1000 വീഡിയോയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ മനസ്സിലായി. കാരണം ഇന്ന് ഈ ശുശ്രൂഷകളൊക്കെ ഇങ്ങനെ ചെയ്യാനും എഴുതാനും പഠിക്കാനും പ്രാർത്ഥിപ്പിക്കാനും സാധിക്കുമ്പോൾ വെറുതെ പൊട്ടനെയും മണ്ടനെ പോലെ നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ അതിബുദ്ധിമാനാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന, ധൈര്യം കിട്ടാത്ത, അല്ലെങ്കിൽ വീട്ടിലെ ഒരു മൂത്ത പുത്രൻ കടിഞ്ഞു പൊട്ടനെന്ന് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥകളിലൂടെ ഒട്ടും ബലമില്ല, ധൈര്യമില്ല, ശക്തിയില്ല, ഇതിനെന്തിനു കൊള്ളാം എന്ന് സങ്കടവും സഹതാപവും ഏറ്റുവാങ്ങുന്ന തരത്തിലുള്ള അവസ്ഥയിലായിരുന്നു. എന്നാൽ അപ്പൻ്റെ മദ്യപാനം മാറാനാണ് കുടിച്ച് ചോരയൊക്കെ ഛർദ്ദിച്ച് ബിസിനസ്സെല്ലാം തകർന്ന് കടബാധ്യതകളും സാമ്പത്തിക ഭാരങ്ങളും അപമാനഭാരങ്ങളും ആത്മഹത്യാപരമായ അവസ്ഥയിലൂടെ കുടുംബം കടന്നുപോയ നാളുകളിൽ ദൈവവചനത്തിൽ അർത്ഥവും ആഴവും കണ്ടെത്തി ധ്യാനമൊക്കെ കൂടി അപ്പനും കുടുംബം മൊത്തത്തിൽ പരിവർത്തന വിധേയമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും വീട്ടിലെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരിച്ചതിന് ശേഷമാണ് ഞാനൊരു മുഴുവൻ സമയ ശുശ്രൂഷകനായിട്ട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ വൈദികരുടെയൊക്കെ പ്രബോധനം അനുസരിച്ച് നടന്നു നീങ്ങിയത്. അപ്പച്ചൻ മരിക്കുന്നത് വരെ 15 വർഷം അപ്പച്ചൻ മുഴുവൻ സമയ പ്രേക്ഷിതനായിട്ട് ജീവിച്ചു. അപ്പച്ചനെ തിരിച്ച് കിട്ടിയാൽ മരിക്കുന്നത് വരെ പ്രേക്ഷിത വേല ചെയ്തോളാം എന്ന് പ്രാർത്ഥിച്ച ആ 0യിൽ നിന്ന് 0യുടെ കൂടെ 1 ഇട്ടപ്പോൾ 0 10 മാറും എന്നൊരു കഥയുണ്ട്. അതുപോലെ അപ്പച്ചനെ ഈശോ ചേർത്ത് നിർത്തിയപ്പോൾ മരിക്കുന്നത് വരെ റെസ്റ്റില്ലാതെ ഈശോയുടെ പ്രേക്ഷിതനായിട്ട് ജീവിച്ചു എന്ന് മാത്രമല്ല, കുർബാനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രഭാഗം. വിശുദ്ധ കുർബാന മുടക്കുന്ന ദിവസമില്ല. വീട്ടിലെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ 1000ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്നവരോടുള്ള ഒരു അപേക്ഷയും അഭ്യർത്ഥനയും പ്രബോധനവും ഇത് തന്നെയാണ്. നമ്മൾ എത്ര 1000 പ്രാവശ്യം വചനം എഴുതിയാലും ഏതെല്ലാം വചനങ്ങൾ കാണാപ്പാഠം പഠിച്ചാലും നമ്മൾ വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുത്താൽ ഇതിനേക്കാൾ വലിയൊരു സുഹൃതം ഇല്ല. അതിന് താഴെ ബാക്കിയെല്ലാം വരത്തുള്ളൂ. ഇന്നിപ്പോൾ ഈ എപ്പിസോഡ് ഇടുമ്പോഴും പൊന്നുരുന്നി കപ്പച്ചിൻ ആശ്രമത്തിൽ ഇന്ന് വൈകിട്ട് ഞാൻ ചളിക്കവട്ടം ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകാംഗമാണ്. ഇനി രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആ സമയത്ത് സാധിച്ചില്ല എങ്കിൽ പാലാരിവട്ടം മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയുടെ അടുത്ത് ഡോൺ ബോസ്കോ കൾച്ചർ സെൻറ്ററിൽ 6:45 പാലാരിവട്ടം സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ
അത് 7 മണിക്കുണ്ട്. 2 കുർബാനയുണ്ട്. 6:15 6:00 മറ്റോ അവിടെയുണ്ട്. 7 മണിക്കുണ്ട്. തൈക്കൂടം സെൻറ്റ് റാഫേൽ പള്ളിയിൽ 7:15 6:15 7:15 വൈകിപ്പോയാൽ അവിടെ. എടപ്പള്ളി പള്ളിയിൽ 7 മണിക്കുണ്ട്. പാലാരിവട്ടം സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൽ വൈകിട്ട് 5:30 മണിക്കുണ്ട്. പൊന്നുരുത്തി കപ്പച്ചിനാശ്രമത്തിൽ 6 മണിക്കുണ്ട്. ഇങ്ങനെയൊക്കെ മാറി മറിച്ചും കുർബാനയുണ്ട്. പരമാവധി ദൈവം കൃപ ചെയ്താൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഞാനും ജീവിത പങ്കാളി ഒന്നിച്ചോ, മക്കളൊക്കെ അവരുടെ ജോലിയും കാര്യങ്ങളും സമയങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഞായറാഴ്ച കുർബാനകളിലും മറ്റു മുടക്ക് ദിവസങ്ങളിലും സാധിക്കുമ്പോൾ അവരെല്ലാം പങ്കെടുക്കും. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അവളൊരു ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് വൈകിട്ട്. പിന്നെ ഈ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന 10-35 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് എല്ലാം തരും. എൻ്റെ നേഴ്സിംഗ് നേഴ്സിങ്ങിന് എനിക്ക് പോകാൻ പറ്റിയില്ലേ എന്ന് വിഷമിച്ച് തുടങ്ങിയ നാളുകളിൽ ദൈവം കൊടുത്തൊരു വഴിയാണ്. ഈശോയുടെ കുർബാനയിൽ അർപ്പിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. ഒരു കൊച്ചിനെ കൊണ്ട് നിർത്തി, 2 കൊച്ചിനെ കൊണ്ട് നിർത്തി. ഇന്ന് നേഴ്സിംഗ് ജോലിയിൽ നാട്ടിൽ ജോലിയെടുക്കുമ്പോൾ കിട്ടുന്ന അതുപോലെ മെച്ചപ്പെട്ട ഒരു ജോലി വരുമാനം 1-2 മണിക്കൂർ കൊണ്ട് ഇതൊന്നും അന്വേഷിച്ച് നടന്നതോ അതിനുവേണ്ടി നേഴ്സിംഗ് പഠിച്ച ആളാണ്. പക്ഷേ ഈ ഒരു ട്യൂഷൻ പഠിപ്പിക്കാൻ BEdോ TTCയോ അതിനുള്ള കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ സീറോയെ വിത്ത് ഗോഡ് യു ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ ഹീറോ ആക്കി മാറ്റും. സീറോയെ ഹീറോ ആക്കി മാറ്റും. ധാരാളം കുട്ടികൾ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ട്യൂഷൻ പഠിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾക്കൊരു വരുമാന മാർഗവുമായി ദൈവം തന്നു. അതോടൊപ്പം തന്നെ ഒരു അന്തസ്സും ഒരു തൊഴിലും ഒരു മാന്യതയുമാണ്. അപ്പോൾ എൻ്റെ നേഴ്സിങ്ങിലെ ടച്ചൊക്കെ വിട്ടുപോയി. ഇങ്ങനെ ഞാൻ ആ ജോലിക്ക് എങ്ങനെ പോകും, പിള്ളേർ വലുതായിട്ട് പോയാൽ മതി എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അനുസരിച്ച് നിന്നു എന്നും പറഞ്ഞൊക്കെ ഇരുന്ന് കരഞ്ഞ നാളുകളുണ്ട്. പക്ഷേ ദൈവം ഇപ്പോൾ ആ സങ്കടങ്ങളെല്ലാം ഒപ്പിയെടുത്ത് ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. മക്കളും ഇതിലൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുർബാനയിലും സാധിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് പങ്കെടുക്കും. മറിച്ചും തിരിച്ചും ഇങ്ങനെയൊക്കെ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ആണ് ഞങ്ങൾക്കുള്ളത്. വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും എല്ലാം ചേർത്ത് വെക്കുന്നു. ജപമാല കഴുത്തിൽ അണിയുന്ന ബൈബിളാണെന്നുകൂടെ എഴുതാനും പരിശുദ്ധാത്മാവ് കൃപ തന്നു. പരിശുദ്ധാത്മാവെ നയിച്ചാലും അത്ഭുതങ്ങളും താക്കോലും 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 10 പൈസ പോലും കയ്യിൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇത് എഴുതി വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം പ്രേരണ തന്നപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ പ്രേരണയാണ് ഞങ്ങൾ എഴുതി വെച്ച ആ 2 ലേഖനങ്ങളും 2 പുസ്തകങ്ങളും 2 പേരും ചേർന്ന് എഴുതിയ പരിശുദ്ധാത്മാവെ നയിച്ചാൽ അത്ഭുതങ്ങളും താക്കോലും വെളിച്ചം കാണാനും സൗജന്യമായിട്ട് പബ്ലിഷ് ചെയ്ത് ആയിരക്കണക്കിന് കോപ്പികൾ അനേകരിലേക്ക് എത്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിവ്യകാരുണ്യം കൃപ തന്നു. ദിവ്യകാരുണ്യത്തിൽ സ്വീകരിച്ചു. ആത്മനാദം എന്ന് പറഞ്ഞൊരു പത്രം വർഷങ്ങളോളം ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് കാലം വരെയും വർഷങ്ങളായിട്ട് ഒരു ആത്മീയ പ്രസിദ്ധീകരണം 2 ഷീറ്റ് പേപ്പർ, സാക്ഷ്യങ്ങൾ, ലേഖനം അടങ്ങുന്ന അതിനും പ്രേരണ കിട്ടിയ വിശുദ്ധ കുർബാനയിലാണ്. ഓരോ 2 മാസം കൂടുമ്പോഴും ആയിരക്കണക്കിന് കോപ്പികൾ വചനങ്ങളും സാക്ഷ്യങ്ങളും ലേഖനം അടങ്ങിയ ആത്മനാദം പത്രം. ഇത് കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ പലർക്കും ബോധ്യം വരും. അങ്ങനെ എത്തിക്കാനായിട്ട് സാധിക്കും. അതെല്ലാം സമയാസമയത്ത് സമയബന്ധിതമായി വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിച്ച് കിട്ടുന്ന ബോധ്യങ്ങളനുസരിച്ചാണ് അന്തിമമായ തീരുമാനങ്ങൾ അന്നും ഇന്നും എടുക്കുന്നത്. അപ്പോൾ യോഹന്നാൻ 6:54 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് ജീവൻ തരുന്നത്. 1 കൊരിന്തോസ് 10:16 പറയുന്നുണ്ട്, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം മിശിഹായുടെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം മാത്രമേ. നാം മുറിക്കുന്ന അപ്പം മിശിഹായുടെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വം മാത്രം. യേശുവിൻ്റെ ശരീര രക്തങ്ങളിൽ പങ്കുചേരുകയായിരുന്നു. ബഹുമാനപ്പെട്ട പൊന്നുരുത്തി കപ്പച്ചിൻ ആശ്രമത്തിലെ ഞങ്ങളുടെ ഒരു ആത്മീയ ഗുരുവായ ഫാദർ ബിനോലിൻ കപ്പച്ചൻ ഇന്ന് വൈകിട്ട് കപ്പച്ചിൻ ആശ്രമത്തിലാണ് കുർബാന കൂടിയെന്ന് ഞാൻ പറഞ്ഞു. കുർബാനയും കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ചു, ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ വല്ല പ്രോഗ്രാമിലാണ്. അച്ഛൻ പറഞ്ഞു, ഞാനിപ്പോൾ വയനാട്ടിൽ PO സെൻറ്റർ കപ്പച്ചിൻ ആശ്രമത്തിൻ്റെ. അപ്പോൾ വിശുദ്ധ കുർബാന ഇപ്പോഴും 4 വർഷം മുമ്പ് എഴുന്നള്ളിച്ച് വെച്ചത് ഇപ്പോഴും ആ വിശുദ്ധിയിൽ കേടുകൂടാതെ ഒരത്ഭുതമായിട്ട് നിലകൊള്ളുന്നതായിട്ട്, അതായത് ജീവനുള്ള ഈശോ ജീവനോടെ തന്നെ ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന അനുഭവം. അതിൻ്റെ വാർഷികം പ്രമാണിച്ച് അച്ഛനാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നള്ളിച്ച് വെച്ചത്. അപ്പോൾ അത് ഇപ്പോഴും അച്ഛനെ അവിടുത്തെ ഇപ്പോഴത്തെ അധികാരി വൈദികൻ ഈ അച്ഛനെ തന്നെയാണ് വിളിച്ചത്. വിശുദ്ധ കുർബാനയുള്ള അത്ഭുതം
ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദിവ്യകാരുണ്യം ഇപ്പോഴും വർഷങ്ങളായിട്ടും കേടുകൂടാതെ യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറി. ഒരു വൈദികൻ സംശയമനസ്ഥിതിയോടെ ഇതിലുണ്ടോ, ഈശോ ഉണ്ടോ, ഉണ്ടാകുമോ, സ്ഥിരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഈ യഥാർത്ഥ ശരീരരക്തങ്ങളായി മാറി ശാസ്ത്രീയമായ പരിശോധനകൾക്കെല്ലാം വിധേയമായി അത് സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ സഗറിയ 9:17 അവിടെ പറയുന്നു, അത് എത്ര വിശിഷ്ടവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പൊതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. ഏതാണ്? ഈശോയുടെ ശരീരരക്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ഞാനും നിങ്ങളും ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് വരണം. അകന്നു നിന്നല്ല, ബലിയർപ്പിക്കുമ്പോൾ അടുത്ത് വന്നു ഏറ്റവും ഭക്തിയോടും സൂക്ഷ്മതയോടും അതിലേക്ക് നമ്മുടെ സന്തോഷമായാലും സങ്കടമായാലും കൃതജ്ഞതയായാലും എന്തായിരുന്നാലും ചേർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. മത്തായി 26:26 മറക്കരുത്. 26:26 അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കും, ഇത് എൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ഏത് അഴിയാത്ത കുരുക്കും അഴിയാത്ത കേസും അഴിയാത്ത പ്രാർത്ഥനയും വിവാഹ തടസ്സം, ജോലി തടസ്സം, വന്ധ്യത, തീരാ കേസുകൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ വിശുദ്ധ കുർബാനയിലേക്ക് കൊടുത്തോ. അനുദിനം അത് അലിഞ്ഞ് ദിവ്യകാരുണ്യമായി മാറി പുത്തനഭിഷേകം, ഉയർപ്പിൻ്റെ മഹത്വം, സ്വർഗീയാഭിഷേകം നൽകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് ചിലരൊക്കെ കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ധ്യാനം കൂടാനൊക്കെ വരുന്ന അവസരങ്ങളിൽ അവരോടൊക്കെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്ത് ഒരു മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ഇല്ലെങ്കിൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യുകയും ദുശീലങ്ങൾ മാറിപ്പോവുകയും പുത്തൻ ഉണർവും ഉയർപ്പും അത്ഭുതവും കുടുംബങ്ങളിൽ സംഭവിച്ചതായിട്ട് വന്ന് ഇതുവരെ ഇല്ലാത്ത മാറ്റങ്ങൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ മാറ്റം വന്നതായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പലവഴി ചിതറിപ്പോയ കുടുംബങ്ങൾ ഏതാനും മാസം മുമ്പ് ഒരുമിച്ച് കൂടിയതായിട്ട് ഇത് ഭയങ്കര അത്ഭുതമായി. പണ്ട് കുർബാനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇട്ട് തല്ലിയപ്പോൾ ചെതറിത്തെറിച്ച തമ്മിലും ഉണ്ടാത്ത മലമുറിയിൽ മാറിക്കടന്നിരുന്ന ഭിന്നത, വീടുണ്ടായിട്ടും വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടക വീട്ടിൽ പോയി കിടന്നിരുന്ന കുടുംബം തിരിച്ച് ഒന്ന് ചേർന്ന് ഐക്യത്തിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു. വിശുദ്ധ കുർബാന ഒരു കേന്ദ്ര ബിന്ദുവാണ്, ഐക്യത്തിൻ്റെ ആധാരമാണ്. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ഒത്തിരി സംഭവങ്ങളുണ്ട്. തീരാത്ത കേസുകൾ തീർപ്പായത്, കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വിവാഹം നടന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കണം, നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ പേര് പറഞ്ഞ് കുർബാന ചൊല്ലിക്കണം, മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കണം, അത്ഭുതങ്ങൾ നടക്കും. പടിപടിയായിട്ട് ചൊല്ലണം. ഓടി വന്നിങ്ങനെ എന്തു ചെയ്യാൻ പറ്റുന്നതുപോലെ കളിതമാശല്ല. ഇതാ കുമ്പസാരിക്കയില്ല, പള്ളിയിൽ പോവുകയില്ലാത്തൊരു മകന് വേണ്ടി അമ്മേനോട് പറഞ്ഞു കൊടുത്ത ആ കുർബാന കണ്ടും കാഴ്ചവെക്ക് അവൻ്റെ പേരിൽ കുർബാന ചൊല്ലിക്കാൻ. കറക്റ്റ് ആ മകൻ്റെ കുർബാന പള്ളി ചൊല്ലിക്കുന്ന ദിവസം ഉത്തരവാദിത്തമില്ലാതെ നടന്ന മകൻ കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുത്തു. ഞാനും അന്ന് ആ കുർബാനയിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ അമ്മ കണ്ണും തള്ളി നിൽക്കുക, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അവന് വേണ്ടി കുർബാന ചൊല്ലിക്കാൻ ചൊല്ലുന്ന ദിവസം തന്നെ അത്ഭുതമായിട്ട് പള്ളിയിൽ വരാനായിട്ട് ഇടയായി. മാർക്കോസ് 14:24 അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഉടമ്പടിയാണ്, കവനൻ്റൽ അല്ല, ഉടമ്പടിയുടെ സ്നേഹം. നമ്മളതിൽ നിന്ന് പിന്മാറിയാലും കർത്താവ് മാറത്തില്ല. ഇതാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ കൊടുത്തു പ്രാർത്ഥിച്ചാൽ മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ 1000 എപ്പിസോഡും ഇന്നേ ദിവസം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോടും എല്ലാ നല്ല മനുഷ്യരുടെ പ്രാർത്ഥനകളോടും ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരുടെ ബലികളോടും പ്രശാന്തച്ഛൻ്റെയും ബിനോലീനച്ഛൻ്റെയും ബാബു അച്ഛൻ്റെയും ഷാജി തുമ്പോച്ചെറിയലച്ഛൻ്റെയും ജോഷി അച്ഛൻ്റെയും ഉപ്പാണി അച്ഛൻ്റെയും ഒത്തിരി ശുശ്രൂഷകരോട് വൈദികരോടൊപ്പം ശുശ്രൂഷകൾ ചെയ്യാനും വചനം പ്രഘോഷിക്കാനും അവസരം ദൈവം പരിശുദ്ധാത്മാവോട് തന്നിട്ടുണ്ട്. ആ വൈദികരോട് ശുശ്രൂഷകരോട് അവരുടെ ബലികളോട് ഇന്നേ ദിവസം കത്തോലിക്ക സഭയിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനയോട് ഐക്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികളും കുടുംബങ്ങളും യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് വിശുദ്ധ കുർബാനയോട് അഗൈതമായ ഭക്തി ഇവർക്കുണ്ടാകട്ടെ. കർത്താവെ, തടസ്സവും മടിയും തട്ടാമുട്ടിയും പറയുന്ന അവസ്ഥകളെല്ലാം മാറി മടക്കം കൂടാതെ തൊട്ടടുത്ത് പല ദേവാലയങ്ങളിലായിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിശുദ്ധ കുർബാനയുണ്ട്. അത് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. എത്രയോ കിലോമീറ്റർ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് അകലെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലും സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ തേടി ഞങ്ങൾ ഓടിപ്പോകുമ്പോൾ തൊട്ടടുത്ത കപ്പേളയിലും ദേവാലയത്തിലും ദിവ്യകാരുണ്യത്തിൽ ഈശോ ഞങ്ങളെ
കാത്തിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന വലിയ അപരാധം അവിടെ ഒന്നും പോകണ്ട എന്നല്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഈശോ ഉണ്ട്, അവിടെയും പൊയ്ക്കോ. ദൈവം നിങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്തെടുത്ത് പോകുമ്പോൾ അടുത്തുള്ള ദേവാലയത്തിൽ ഈശോ ആരാധിക്കപ്പെടാതെ പോകരുത്, അവഗണിക്കപ്പെടരുത്. വിശുദ്ധ കുർബാനയോട് നിന്ദാപമാനമായി പെരുമാറരുത്. റീത്തിൻ്റെ പേരിൽ, കുർബാനയുടെ ഭിന്നതകളുടെ പേരിലൊന്നും കുർബാനയെ നിങ്ങൾ അവഹേളിക്കരുത്, പുരോഹിതരെ നിന്ദിക്കരുത്. കാരണം നമ്മുടെ കർത്താവിൻ്റെ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. അവരോട് കരുണ കാണിക്കുക, അവരോട് ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറവുകളില്ലാത്ത മനുഷ്യർ ആരുമില്ല, പക്ഷെ അവർ നിൽക്കുന്നത് കർത്താവിൻ്റെ സ്ഥാനത്താണ്. ഒരു മാലാഖയെയും ഒരു പുരോഹിതനെയും കണ്ടാൽ ആരാധ്യം വണങ്ങും, അതൊരു പുരോഹിതനെയാണ് വണങ്ങുന്നതെന്ന് ഒരു വിശുദ്ധൻ പറഞ്ഞത് ഓർക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും വിശുദ്ധ ഡോൺ ബോസ്കോയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ എല്ലാം മാതൃകകളും പ്രേരണകളും നമുക്ക് കാരണമായി തീരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ യൂട്യൂബ് സബ്ജക്റ്റുകളിലൂടെ അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ, അശുദ്ധി മാറട്ടെ, വിശുദ്ധരായി മാറട്ടെ. വചനം എല്ലാവരിലും നിറയട്ടെ. എഴുതി വെക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും കമൻറ്റ് അയക്കുന്നവരും അനുകൂലമായും പ്രതികൂലമായും നിൽക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവായ ദൈവമേ, കർത്താവായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ദിവ്യകാരുണ്യ ഈശോയെ, എഴുന്നള്ളി വന്ന് ഈ മക്കളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രോഗികൾ രോഗക്കിടക്ക വിട്ട് എഴുന്നേക്കട്ടെ. ഈ ശുശ്രൂഷ, ഈ പ്രോഗ്രാം, ഈ വചനം, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആ ടോക്ക് ഇവർക്കൊരു മോട്ടിവേഷൻ ആകട്ടെ. രോഗി രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ. ദിവ്യകാരുണ്യത്തോടുള്ള താല്പര്യം ഉണ്ടാകട്ടെ. രോഗി ലേപനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കിട്ടട്ടെ. രോഗി ലേപനം സ്വീകരിക്കാനുള്ള ഒരു ദാഹം, സ്വീകരിച്ച് കിടക്കുന്ന വ്യക്തികൾ, അവരിൽ രോഗസൗഖ്യ അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വന്ന് നിറയണമേ. ഹാലേലൂയ, ഹാലേലൂയ. ഈ 1000ാമത്തെ എപ്പിസോഡിനെയും ഇതിലേക്ക് പോസ്റ്റ് ചെയ്ത എല്ലാ വിഷയങ്ങളെയും, അതിലുള്ള ഏതെങ്കിലും ഏറെക്കുറച്ചിലുകൾ കുറവുകളുണ്ടെങ്കിൽ അവയെല്ലാം തിരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കണമേ. ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ, കാണുന്നവരുടെ കണ്ണുകളെ, കുടുംബങ്ങളെല്ലാം അങ്ങ് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ വളർച്ചയിലും ശുശ്രൂഷയിലും നാളിതുവരെ പങ്കുചേർന്നവരെയും സഹായിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, പ്രത്യേകിച്ച് 2024 നവംബർ മാസം ഇന്നേ ദിവസം ഈ 22-ാം തീയതി കർത്താവെ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ രാത്രി 12:15 കർത്താവെ, ഈ ദിവസം ദൈവമേ, പേര് ചൊല്ലി വിളിച്ച് അനേകരെ സുഖപ്പെടുത്തണമേ. ഇത് കാണുന്നവരെ അനുഗ്രഹിക്കണമേ. അനേകരുടെ മനസ്സിലെ അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട്, ആശുപത്രി കിടക്കൽ രോഗികൾ സൗഖ്യപ്പെടട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെട്ട് ഉദരഫലം ലഭിക്കട്ടെ. പ്രാർത്ഥന കേൾക്കണമേ. കണ്ണുനീരൊപ്പണമേ. നിലവിളി കേൾക്കണമേ. കേസുകളിൽ തീർപ്പാകണമേ. മനസ്സുകളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, വന്ന് നിറയണമേ. ദിവ്യകാരുണ്യമേ, വന്ദനം, വന്ദനം, വന്ദനം. ദൈവസ്തുതിക്കായിട്ട് ഈ 1000ാമത്തെ എപ്പിസോഡ് പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളിനോടനുബന്ധിച്ച് അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ അമ്മയെ വിശുദ്ധരായ അന്നായും യോവാക്യമും ദേവാലയത്തിൽ കാഴ്ചവെച്ച നവംബർ 21-ാം തീയതിയാണ് ഇത് തിരുസഭ ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈ ശുശ്രൂഷയും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.